لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد فاتقوا الله يا عباد الله. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും നിയമ നിർദ്ദേശങ്ങളുമെല്ലാം ജീവിതത്തിൻ്റെ രഹസ്യ പരസ്യ മേഖലകളിൽ കാത്തു സൂക്ഷിക്കുവാൻ കഠിനമായി പരിശ്രമിക്കണമെന്ന് സ്വന്തത്തെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. റബ്ബ് അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞ ക്ലാസ്സിൽ രോഗത്തെക്കുറിച്ചും ചികിത്സയെക്കുറിച്ചുമാണ് പ്രതിപാദിക്കുകയുണ്ടായത്. എന്താണ് രോഗം എന്നൊരു വിശദീകരണമായി പറയേണ്ടതില്ലാത്ത വിധം വളരെ വ്യക്തമായ വിഷയമാണ്. വ്യക്തമായ കാര്യങ്ങൾ വിശദീകരിക്കാതിരിക്കുക എന്നതാണ് അടിസ്ഥാനം. ചിലരെങ്കിലും അല്ലാഹുവെ അല്ലാതെ വിളിച്ചു പ്രാർത്ഥിക്കാൻ വേണ്ടി ന്യായങ്ങൾ കണ്ടെത്തുമ്പോൾ വലിയ ചോദ്യമായി ഉന്നയിക്കാറുള്ളത് എന്താണ് ദുആ എന്നാണ്, എന്താണ് പ്രാർത്ഥന എന്ന് പലപ്പോഴും ചോദിക്കാറുണ്ട്. ശരിക്കും അങ്ങനെ ഒരു ചോദ്യത്തിന് പ്രസക്തിയില്ല എന്നതാണ് യാഥാർത്ഥ്യം. പ്രാർത്ഥിക്കുക എന്നത് ഒരു നിർവചനത്തിലൂടെ മനസ്സിലാക്കേണ്ട ഒരു വിഷയമല്ല, വളരെ വ്യക്തമായ ഒരു വിഷയമാണ്. ഒരാൾ വന്നിട്ട് എന്താണ് സൂര്യൻ എന്ന് ചോദിക്കുമ്പോൾ ആ സൂര്യൻ്റെ വിശദീകരണം അത് കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അതല്ലാതെ ഒരുപാട് വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് ഇങ്ങനെയാണ് അതല്ലെങ്കിൽ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ കേൾക്കുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അത് പ്രയാസകരമായിട്ടാണ് മാറുക. രോഗം രണ്ട് രൂപത്തിലാണ് ഇസ്ലാം വിഭജിച്ചിട്ടുള്ളത്. ഒന്നാമത്തേത് മറദുൽ ഖുലൂബ്, ഹൃദയത്തെ ബാധിക്കുന്ന രോഗങ്ങളാണ്. അതാണ് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് ഫീ ഖുലൂബിഹിം മറദുൻ, അവരുടെ ഹൃദയത്തിൽ രോഗമുണ്ട് എന്ന്. രണ്ടാമത്തേത് ഹൃദയത്തെ ബാധിക്കുന്ന രോഗങ്ങൾ രണ്ട് തരമാണ്. ഹൃദയത്തെ ബാധിക്കുന്ന രോഗങ്ങൾ രണ്ട് തരമാണ്. ഒന്ന് മറദു ശുബ്ഹത്തിൻ വ ശക്കിൻ, സംശയങ്ങളാണ്. ദീനീ വിഷയങ്ങളിലോ അല്ലാത്ത നിലക്കോ സംശയങ്ങൾ ഉണ്ടാവുക എന്നത് അത് ഹൃദയത്തെ ബാധിക്കുന്ന രോഗമാണ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നിങ്ങൾ സംശയമുണ്ടെങ്കിൽ ചോദ്യം ചോദിക്കണം. ചോദ്യം ചോദിക്കുക എന്നതാണ് സംശയമെന്ന നിങ്ങളുടെ രോഗം, ആ രോഗത്തിന് ശമനം ചോദ്യം ചോദിച്ച് അതിൻ്റെ ഉത്തരം കണ്ടെത്തുക എന്നതാണ്. അതുകൊണ്ട് തന്നെ ഹൃദയത്തെ ബാധിക്കുന്ന ഒന്നാമത്തെ രോഗം സംശയങ്ങൾ ഉണ്ടാക്കുന്ന വിഷയങ്ങളാണ്. രണ്ടാമത്തേത് മറദു ശഹ്വത്തി, ഹൃദയത്തെ ബാധിക്കുന്ന രണ്ടാമത്തെ രോഗം ദേഹേച്ഛയാണ്. പല ആളുകൾക്കും ഇത്തരം രോഗങ്ങൾ ബാധിക്കാറുണ്ട് എന്നുള്ളതാണ്. അതായത് സ്വന്തം ഹൃദയം എന്താണോ അവരോട് ജൽപ്പിക്കുന്നത്, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളെ പരിഗണിക്കാതെ ഹൃദയം പറയുന്നതെല്ലാം അനുസരിച്ച് മുന്നോട്ട് പോകുന്നതിനെയാണ് മറദു ശഹ്വ എന്ന് പറയുക, ദേഹേച്ഛപരമായ രോഗങ്ങൾ. അതുകൊണ്ട് ഹൃദയം എപ്പോഴും നമ്മൾ നമ്മുടെ ഹൃദയത്തെ കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട്. ഹൃദയത്തിന് രോഗം ബാധിക്കാതെ അതിനെ സംരക്ഷിക്കേണ്ടത് വളരെ അനിവാര്യമാണ്. എത്ര തന്നെ ഒരാൾ ശാരീരിക ആരോഗ്യമുള്ള വ്യക്തിയാണെങ്കിലും ഹൃദയത്തിന് രോഗം ബാധിച്ചു കഴിഞ്ഞാൽ, ഹൃദയത്തിന് മാരകമായ രോഗങ്ങൾ പിടിപെട്ട് കഴിഞ്ഞാൽ അവനെ സംബന്ധിച്ചിടത്തോളം അതവനെ ദുർബലനാക്കും എന്നത് തീർച്ചയാണ്. അസൂയ, പക, കോപം ഇതെല്ലാം ഹൃദയത്തെ ബാധിക്കുന്ന രോഗങ്ങളാണ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു വ്യക്തിയെ കാണിച്ചുകൊണ്ട് പറഞ്ഞു, ഇന്നയാൾ സ്വർഗത്തിലാണ് എന്ന് പറഞ്ഞു. സഹാബാക്കൾ അദ്ദേഹത്തിൻ്റെ കൂടെ നടന്നു, ഒരു ദിവസം താമസിച്ചു. എന്നിട്ടും ഒരു പ്രത്യേകതയും അദ്ദേഹത്തിൽ നിന്ന് കാണാനിടയായില്ല. എന്നിട്ട് അവസാനം അദ്ദേഹം തന്നെ പറയുകയുണ്ടായി, എനിക്കാരോടും ഒരു ദേഷ്യമോ ഒരു കോപമോ അസൂയയോ ഒന്നും തന്നെ ഇല്ല, അങ്ങനെയൊന്നും ഇല്ലാതെയാണ് ഞാൻ കിടന്നുറങ്ങാറുള്ളത് എന്ന്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഹൃദയം എത്ര കണ്ട് ശുദ്ധിയാകുന്നു അത്ര കണ്ട് നമ്മുടെ ശാരീരിക അവസ്ഥയും മെച്ചപ്പെടുന്നു എന്നാണ്
ആദ്യമായി മനസ്സിലാക്കേണ്ടത്. പലപ്പോഴും പല ആളുകളും അവരുടെ പ്രശ്നങ്ങൾ ഉന്നയിക്കുമ്പോൾ ശാരീരികമായ പ്രശ്നങ്ങളെക്കാളും ഉപരി മാനസികമായ പ്രശ്നങ്ങൾ അത് വളർന്ന് പന്തലിച്ച് അവസാനം ശാരീരിക പ്രശ്നമായി തീരുന്ന അവസ്ഥയാണ് പലപ്പോഴും കാണാറുള്ളത്. രണ്ടാമത്തേത് മറവുൽ അബ്ദാൻ, ശരീരത്തെ ബാധിക്കുന്ന രോഗങ്ങളാണ്. പല രോഗങ്ങളും ശരീരത്തെ ബാധിക്കുന്നുണ്ട്, പലതിനും ശമനമുണ്ട്. നമ്മൾ പറഞ്ഞതുപോലെ തന്നെ എല്ലാ രോഗങ്ങൾക്കും അള്ളാഹു ഇറക്കിയ എന്തൊക്കെ രോഗങ്ങളുണ്ടോ അതിനെല്ലാം ശമനമുണ്ട് എന്നാണ്. അത് ചിലപ്പോൾ പെട്ടെന്ന് തന്നെ കണ്ടെത്താൻ സാധിക്കും, അതല്ല എങ്കിൽ കാലങ്ങൾ കഴിഞ്ഞ് കണ്ടെത്തുന്ന അവസ്ഥകളുണ്ടാകും. ഒരു രോഗം ബാധിച്ചു കഴിഞ്ഞാൽ ഒരു മുഅ്മിൻ ഏത് കോണിലൂടെയാണ് രോഗത്തെ കാണേണ്ടത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഏത് കോണിലൂടെയാണ് ഒരു മുഅ്മിൻ അവരെ ബാധിക്കുന്ന രോഗത്തെ കാണേണ്ടത്? അതിലൊന്നാമത്തേത് അൽമറദു ഉഖൂബത്തു, രോഗം ശിക്ഷയാണ് എന്നാണ്. ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമുക്ക് രോഗം ബാധിക്കുകയാണെങ്കിൽ അത് അള്ളാഹുവിൻ്റെ ശിക്ഷയായിട്ട് നമ്മൾ കാണേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, മാ അസാബകും മിൻ മുസീബത്തിൻ ഫബിമാ കസബത് ഐദീകും, എന്തൊക്കെ മുസീബത്തുകളാണോ നിങ്ങൾക്ക് ബാധിച്ചിട്ടുള്ളത് അതെല്ലാം നിങ്ങളുടെ കരങ്ങൾ ചെയ്തു വെച്ചതിൻ്റെ ഫലമാണെന്നാണ്. വയഅഫു അൻ കസീർ, ഒരുപാട് കാര്യങ്ങൾ അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരുന്നു. ഇതിനെ വിശദീകരിച്ചുകൊണ്ട് ഇബ്നു കസീർ റഹിമഹുല്ലാഹ് പറയുന്നത്, എന്തൊക്കെ മുസീബത്തുകൾ നിങ്ങൾക്ക് ബാധിക്കുകയാണെങ്കിലും ഫഇന്നമാ മിൻ സയ്യിആത്തിൻ തഖദ്ദംതു ലക്കും, ഫഇന്നമാ മിൻ സയ്യിആത്തിൻ, തിന്മകൾ മൂലമാണ് നിങ്ങൾക്ക് അത്തരം മുസീബത്തുകൾ ബാധിച്ചിട്ടുള്ളത് എന്ന് പറയുന്നു. എന്നാൽ പല തിന്മകളും അള്ളാഹു പുറത്തു തരുന്നു, ആ വിഷയത്തിൽ പരീക്ഷിക്കുന്നില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ദുനിയാവിൽ തന്നെ രോഗം മൂലം നമുക്ക് ശിക്ഷ ലഭിക്കുകയാണെങ്കിൽ നമ്മൾ സന്തോഷിക്കുകയാണ് ചെയ്യേണ്ടത്. ആഖിറത്തിലേക്ക് അള്ളാഹു നമ്മൾ ചെയ്തു വെച്ച തിന്മയെ ആഖിറത്തിലേക്ക് മാറ്റിവെക്കുകയില്ല, മറിച്ച് ദുനിയാവിൽ തന്നെ അവനെ ശിക്ഷിച്ചുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല അത് തീർപ്പാക്കുന്നതാണ്. രണ്ടാമത്തേത് അൽ മറദു കഫാറത്തു, രോഗം ബാധിച്ചു കഴിഞ്ഞാൽ നമ്മൾ കാണേണ്ട രണ്ടാമത്തെ ഒരു രീതി എന്നത്, രോഗമെന്നത് കഫാറത്താണ്. നമ്മുടെ ഒരുപാട് പാപങ്ങൾ അതുമൂലം പൊറുക്കപ്പെടുന്ന അവസ്ഥ. ഒരുപാട് പാപങ്ങൾ അതുമൂലം അള്ളാഹു പുറത്തു തരും. ആയിഷ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്ന ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മാ മിൻ മഅസിയത്തിൻ തുസീബുൽ മുസ്ലിമ മാ മിൻ വജഇ ഔ മറദിൻ യുസീബുൽ മുഅ്മിന ഇല്ലാ കഫറല്ലാഹു ബിഹാ അൻഹു ഹത്ത അശ്ശൗകത യുശാഖുഹാ. അവന്റെ കാലിൽ തറക്കുന്ന മുള്ളിന് പോലും അള്ളാഹു അവന് പുറത്തു കൊടുക്കുന്നുണ്ടെന്ന്. അതുകൊണ്ട് എന്ത് മുസീബത്ത് ബാധിച്ചാലും നമ്മുടെ പാപങ്ങൾ, നമ്മുടെ കുറ്റങ്ങൾ, നമ്മുടെ കുറവുകൾ, നമ്മൾ ചെയ്തു വെച്ച തിന്മകൾ എല്ലാം അള്ളാഹു പുറത്തു തരുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അങ്ങനെ അവൻ ഒരു തെറ്റുമില്ലാതെ അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന അവസ്ഥയുണ്ടാകുന്ന ഒരുപാട് രോഗങ്ങൾ ബാധിക്കുന്നു. ആ രോഗം മൂലമെല്ലാം അവന്റെ പാപങ്ങൾ പൊറുക്കപ്പെടുന്നു. അവസാനം അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന സമയത്ത് ഒരു തിന്മയും അവന്റെ അടുക്കൽ ഉണ്ടാവുകയില്ല. അതുകൊണ്ട് തന്നെ രോഗം ബാധിക്കുകയാണെങ്കിൽ തന്നെ ഇബ്നു ഹജർ റഹിമഹുല്ലാഹ് പറയുന്നത്, വഫീ ഹാദിഹിൽ അഹാദീസ് ബിശാറത്തുൻ അളീമത്തുൻ ലികുല്ലി മുഅ്മിൻ, എല്ലാ മുഅ്മിനിനും വളരെ വലിയ സന്തോഷ വാർത്തയാണ് ഈ ഹദീസുകളിൽ ഉള്ളത് എന്ന്. കാരണം അവൻ ചെയ്തു വെച്ച പാപങ്ങൾ രോഗം മൂലം അവന് പൊറുക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പൊ രോഗം മൂലം പാപങ്ങൾ പൊറുക്കപ്പെടും എന്ന് പറയുമ്പോൾ ചെറുപാപങ്ങളാണ് പൊറുക്കപ്പെടുക. വൻപാപങ്ങൾ പൊറുക്കപ്പെടണമെങ്കിൽ അത് തൗബയിലൂടെയാണ് നമ്മൾ അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടേണ്ടത്. മൂന്നാമത്തേത് അൽ മറദു മൻസിലത്തുൻ വദറജത്തുൻ, നമുക്ക് രോഗം ബാധിക്കുന്നതിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പദവി ഉയർത്തും. ചില ആളുകൾക്ക് അവർക്ക് അവരുടെ സൽക്കർമ്മങ്ങൾ കൊണ്ട് ഉന്നതിയിലേക്ക് എത്താൻ സാധിക്കുകയില്ല, അള്ളാഹുവിന്റെ അടുക്കൽ എത്താൻ അവർക്ക് സാധിക്കുകയില്ല. അങ്ങനെ വരുമ്പോൾ അവരെ അള്ളാഹു പരീക്ഷിക്കും. ആ പരീക്ഷണത്തിൽ അവർ ക്ഷമിക്കും. ആ ക്ഷമ മൂലം ഉന്നതമായ അള്ളാഹു ഏതൊരു സ്ഥാനമാണോ
അവർക്ക് നൽകണമെന്ന് വിചാരിക്കുന്നത് ആ സ്ഥാനത്തേക്ക് അവരെ എത്തിക്കുന്ന. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഒരടിമയെ അള്ളാഹു പരീക്ഷിച്ചു കഴിഞ്ഞാൽ അവനേറെ ഇഷ്ടപ്പെടുന്ന 2 അവയവങ്ങൾ എടുത്തുകൊണ്ട് പരീക്ഷിച്ചാൽ, അത് അവൻ്റെ കണ്ണ്, ആ 2 കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെടുത്തി അള്ളാഹു ഒരു വ്യക്തിയെ പരീക്ഷിച്ചാൽ ഫസബറ, അങ്ങനെ അവൻ ക്ഷമിച്ചു, അവ്വൽതുഹു മിൻഹുമാ അൽ ജന്ന, അതിൻ്റെ പകരമായി ഞാൻ അവന് സ്വർഗമാണ് കൊടുക്കുന്നത്. ഒരാളുടെ കാഴ്ച നഷ്ടപ്പെട്ടു, ആ കാഴ്ച നഷ്ടപ്പെട്ടതിൻ്റെ പേരിൽ ക്ഷമിച്ചു കഴിഞ്ഞാൽ അവൻ സ്വർഗം കൊടുക്കുന്നു. അപ്പം അതുകൊണ്ട് ചില പരീക്ഷണങ്ങളൊക്കെ നമ്മെ അള്ളാഹുവിലേക്ക് അടുപ്പിക്കുന്നതാണ് എന്ന ബോധ്യം നമുക്കുണ്ടാകണം. പ്രവാചകന്മാരെ കുറിച്ച് പറയുന്നിടത്ത് അവരുടെ വിശേഷണമായി പറയുന്നത് അശദ്ദു നാസി ബലാഅൻ, ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ പരീക്ഷണത്തിന് ഇരയാകുന്നത് പ്രവാചകന്മാരാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ രോഗാകുലനായി, രോഗം ബാധിച്ച് വളരെ പ്രയാസത്തിൽ കിടക്കുന്ന സന്ദർഭത്തിൽ അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു വന്ന് റസൂലിനോട് ചോദിക്കുന്നുണ്ട്, റസൂലെ ഭയങ്കര പ്രയാസമാണല്ലോ താങ്കളെ കണ്ടിട്ട്. റസൂല് നല്ല പ്രയാസം സഹിക്കുന്നുണ്ടായിരുന്നു. ആ സമയത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്, വഇൻ കാന അഹദുഹും ലയഫ്റഹു ബിൽ ബലാഇ കമാ യഫ്റഹു അഹദുഹും ബിർറഖാ, നിങ്ങളിൽ ഒരാൾ രോഗം ബാധിക്കാതെ ഐശ്വര്യത്തിൽ എത്ര കണ്ട് സന്തോഷത്തിൽ ജീവിക്കുന്നുവോ അതിനേക്കാളും സന്തോഷത്തിലാണ് രോഗം ബാധിക്കുമ്പോൾ അമ്പിയാക്കൾ ജീവിക്കുന്നത് എന്ന്. അതുകൊണ്ട് പരീക്ഷണം ഉണ്ടാകുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിൻ്റെ തിരഞ്ഞെടുക്കലാണ്. അതിലൂടെ നമ്മുടെ പാപമോ നമ്മുടെ തെറ്റുകൾ പൊറുക്കപ്പെടുന്നുണ്ട്, നമ്മുടെ പദവികൾ ഉയർത്തപ്പെടുന്നുണ്ട്. ആഖിറത്തിലേക്ക് എത്തുമ്പോൾ ഒരു തിന്മയും ഇല്ലാതെ അള്ളാഹുവിനെ കണ്ടുമുട്ടാനുള്ള ഏറ്റവും വലിയ ഭാഗ്യമാണ് അത്തരം പരീക്ഷണങ്ങളിലൂടെ നമ്മെ തേടിയെത്തുന്നത് എന്ന് മനസ്സിലാക്കുക. എന്ത് പരീക്ഷണമാണെങ്കിലും, അത് എത്ര കണ്ട് ചെറിയ പരീക്ഷണമാണെങ്കിലും അതിൽ പൂർണ്ണമായ തൃപ്തിയോട് കൂടിയിട്ടാണ് ആ പരീക്ഷണത്തെ നമ്മൾ നേരിടേണ്ടത്. ആ പരീക്ഷണത്തിൽ അള്ളാഹുവിനെ സ്തുതിക്കാൻ നമുക്ക് സാധിക്കണം. കാരണം അത്രയും കാലം ആ പരീക്ഷണങ്ങളൊന്നും ഇല്ലാതെയാണ് നമ്മൾ നമ്മുടെ ജീവിതം ജീവിച്ചു തീർത്തത് എന്ന പൂർണ്ണ ബോധ്യം ഉണ്ടാവുക. അള്ളാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കുവാനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ.